നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ രാവിലെ ദാൽ കറി വെക്കുകയാണ്. ചപ്പാത്തിക്ക് ദാലും മസൂർ ദാലാണ്. മസൂർ ദാലും പിന്നെ അതിനകത്ത് കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചു. കാരണം എണ്ണ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് തിളച്ച് തൂവിയാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇതിനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തു, പിന്നെ ഒരു തക്കാളി. ഇത്രയും ചെയ്ത് വന്നപ്പോഴത്തേക്കും പരിപ്പ് വെന്ത് കഴിഞ്ഞ് ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞ് അത് വെന്ത് കഴിഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാൻ പാലും വെച്ചിട്ടുണ്ട്. പിന്നെ ചീനിച്ചട്ടിയിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവർ മാറിപ്പോവും. അപ്പം ജീരകം ഇട്ടു, ചെറുജീരകം ഇട്ടു, കടുക് ഇട്ടു. അത് രണ്ടും മൂത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തതിന് ശേഷം പിന്നെ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് വഴറ്റാൻ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചപ്പാത്തിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വെച്ച് ഇന്ന് ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ്. പിന്നെ ഉള്ളിയെല്ലാം കൂടെ വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ നന്നായിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. തക്കാളി ഇട്ടിട്ടും ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചു കഴിയുമ്പോഴത്തേക്ക് തക്കാളി പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. പിന്നെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഒന്ന് അമക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് പേസ്റ്റ് പോലെ ആകും കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത്. ഞാനിന്ന് ചൂടുവെള്ളം വെക്കാൻ മറന്നുപോയി. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും ചേർത്ത് പിന്നെ 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുഞ്ഞിക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് മീൻ വെട്ടുകയാണ്. ആകെ 4 മീനെടുത്ത് വെട്ടി. എല്ലാം ഒന്നും വെട്ടിയില്ല, 4 എണ്ണം മാത്രം അവൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെട്ടി വെച്ചു കേട്ടോ. എനിക്കിന്നൊന്ന് വീട്ടിൽ വരെ പോകണം. അത് കാരണം ധൃതി പിടിച്ച് എല്ലാം ചെയ്യുകയാണ്. അപ്പം അടുക്കളയിലെ ജോലികളെല്ലാം തീർന്നതിന് ശേഷം ഞാൻ പിന്നെ മുറ്റത്ത് വന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചേട്ടൻ കുറച്ച് ചെടി തന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ കുറച്ച് അഗ്ലോണിമയാണല്ലോ ഇവിടെ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഒരു 4 പോട്ട് കാലിയാക്കി എടുത്തായിരുന്നേ. അപ്പം ഞാൻ അതിലേക്ക് 4 എണ്ണം നട്ടു കൊടുക്കാമെന്ന് വെച്ച് കേട്ടോ. പിന്നെ അതേ കുഞ്ഞ് രാവിലെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവളെ എടുത്തൊന്ന് കൊഞ്ചിക്കുകയാണ്. കാരണം എൻ്റെ കൂടെ എപ്പോഴും ഇപ്പം കിളികളുള്ളതുകൊണ്ട് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കണമെന്ന് ഒറ്റ ചിന്തയാണ് അവൾക്കുള്ളത്. ഞാൻ എപ്പോഴും അതിനെ എടുത്ത് ഇങ്ങനെ ഇവളുടെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുക്കും. കാരണം ഇവിടുത്തെ ആണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. എന്നാലും ഭയങ്കര പിണക്കാണ് കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ ഇവളെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് പേടിച്ചു പോകും. അപ്പോൾ ഞാൻ ഇവളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി അവരെയും കൂടെ കൊണ്ടുവന്ന് എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് അവിടെ ആ ചെടിയിൽ കൊണ്ടുവന്നൊന്ന് കെട്ടി തൂക്കി അവിടെ ഇട്ടു. പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോട്ടിംഗ് മിക്സ് മിച്ചം ഉണ്ടായിരുന്നേ. അപ്പോൾ ആദ്യത്തെ ഒരു പോട്ടിലോട്ട് ഞാൻ അത് തന്നെ ഇട്ടിട്ട് അത് നട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ കൊക്കോപിറ്റും പിന്നെ എനിക്ക് ഇപ്രാവശ്യം പെർലൈറ്റ് ഇല്ലായിരുന്നേ. അപ്പോൾ അതിന് പകരം ഞാൻ വെർമി കമ്പോസ്റ്റ് ചേർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ചാണകപ്പൊടിയും പൊട്ടി മിക്സ് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് അങ്ങനെ നട്ട് വെച്ചു കേട്ടോ. കുറച്ച് പൊട്ടി മിക്സ് വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് വെച്ചത്. അന്നേരത്തേക്കുണ്ടോ കുഞ്ഞ് മരത്തെ അതിൽ ചാടിക്കയറി അവരുടെ മണ്ടയ്ക്കോട്ട് കയറുകയാണ് അവരെ ഉപദ്രവിക്കാനായിട്ട്. ഇതാണ് ഇവളുടെ പണി. എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വന്ന് ആ കൂട്ടിൻ്റെ മണ്ടയിൽ കൂടെ ചാടി കയറും. അപ്പോൾ അതുങ്ങൾക്കാണെങ്കിൽ ഇതിനെ അടുത്തൂടെ പോയണ്ട അപ്പുറത്തൂടെ പോകുന്ന കണ്ടാൽ പോലും അതുങ്ങൾ പേടിച്ചു പോകും കേട്ടോ. ഇവളിങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും. പിന്നെ അനങ്ങത്തില്ല, അവിടെ കിടന്ന് ഒച്ചയും ബഹളമൊന്നും വെക്കത്തില്ല. ചിലപ്പോൾ ആ പെങ്കിളി മാത്രം എന്തെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കിയെന്നാവും, മറ്റേതാണെങ്കിൽ അനങ്ങത്തേ ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ 2 പേരും നിപ്പം ഉള്ളതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട. കൂടെല്ലാം പൂട്ടിയിട്ടിരിക്കുകയല്ലേ, നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. ഒറ്റയ്ക്ക് അവളെ നിർത്താൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത്. കാരണം തട്ടിമറിച്ച് താഴെ ഇടും. നമ്മൾ മേശയിലൊക്കെ വെച്ചിരുന്നാലേ ഞാനില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവളെ അത് തന്നെ മറിച്ച് താഴെ ഇടും. അങ്ങനെ അപ്പോൾ ഞാൻ 4 അഗ്ലോണിമയായിരുന്നേ നട്ട് വെച്ച്. 4 അല്ല, ഇനി ഒരു 2-3 എണ്ണം കൂടെ നടാനുണ്ട്. പക്ഷേ എനിക്കതിൽ പോട്ടി മിക്സിനുള്ള സാധനങ്ങളെല്ലാം ഇല്ല.
കരിയിലയും കൂടെ കിട്ടിയതിന് ശേഷം ഇനി ബാക്കി ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ പുള്ളിക്ക് ആ ഫേൺ കൊടുക്കണം. പുള്ളി തന്ന ഒരു ഫേൺ വേറെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇനി ചെയ്യാനുള്ള ജോലികളാണ്. അത് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം കുഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അവരെ ശല്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഞാൻ അടി വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇന്ന് നട്ടത് കണ്ട് ഇത് 4 ആണേ. ഈ 4 അഗ്ലോണിമയാണ് നട്ട് വെച്ചത് കേട്ടോ. ഇതിനകത്ത് വല്ല കലാത്തി ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഈ 2 ദിവസമായിട്ട് നട്ട മുഴുവൻ ചെടികളാണ് അത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും അച്ഛനും കൂടെ വീട്ടിലേക്ക് പോവാണേ. അമ്മയുടെ അടുത്തേക്ക് പോവായിരുന്നു കേട്ടോ. പിന്നെ അമ്മയുടെ അടുത്ത് ചെന്ന് കുറേ നേരം എനിക്ക് അവിടുന്ന് പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോകണമായിരുന്നു. അവിടെ എല്ലാം പോയി കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ തിരിച്ച് പോരുന്നതിന് മുന്നേ അമ്മയുടെ നിന്ന് പിന്നെ എനിക്ക് പനിക്കൂർക്കയില, തുളസി, അതുപോലെ കറിവേപ്പ് ഇത്രയും എടുക്കണമായിരുന്നു. അപ്പോൾ ചെല്ലുമ്പോൾ പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ തന്നു വിടാം. അമ്മമാരങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ തന്നു വിട്ടില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. അപ്പോൾ പിന്നെ കുറേ ഇതെല്ലാം അമ്മ കുറേ എനിക്കെടുത്ത് തന്നേട്ടാ. ഇപ്പോൾ പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റും കൂടാണ് കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുളസിയും അതുപോലെ പനിക്കൂർക്കയും തരും കേട്ടോ. പിന്നെ കുറച്ച് ഇപ്രാവശ്യം എനിക്ക് വേരുള്ളതും കൂടി എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കൊണ്ടുവന്നത് ഇനി നാളെ കൊണ്ടുവന്ന് ഇവിടെ ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ വന്നതേ ഉള്ളൂ. അതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും ലേറ്റായത്. ഇന്ന് 1 മണിക്കൂറോളം താമസിച്ചു, 1.5 മണിക്കൂറോളം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോ. അപ്പോൾ അതെല്ലാം അമ്മ അവിടുന്ന് മേടിച്ചു. പിന്നെ അമ്മയുടെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്, തുളസിയും കറിവേപ്പും. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം നിറച്ചിങ്ങനെ ഇതുപോലെ നിൽപ്പുണ്ട്. അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഫ്രണ്ടിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പനിക്കൂർക്കയും കൂടെ മേടിച്ചിട്ട് പോരുന്നു. പിന്നെ ഞാനൊരു ഫോൺ അമ്മയ്ക്ക് കൊടുത്തത്, അത് അമ്മയുടെ അടുത്ത് പിടിച്ചില്ല. അപ്പോൾ അതെന്താണെന്ന് അമ്മ എന്നോട് ചോദിക്കുമായിരുന്നേ. പിന്നെ ഇനി അത് അന്ന് അമ്മയ്ക്ക് കൊടുക്കണം. ഇവിടെ ആയതിന് ശേഷം വേണം അതെടുത്ത് അമ്മയ്ക്ക് കൊടുക്കാനായിട്ട്. ഇവിടുന്ന് അമ്മയുടെ അടുത്തു നിന്നുള്ള ചെടിയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വരുന്ന പോലെ എൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറുതൊക്കെ അമ്മയ്ക്കാനും കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ അമ്മയൊക്കെ പോയി കണ്ടിട്ട് വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മയുടെ അവിടെ ഒരു വലിയ പാം അവിടെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നേ. അന്നേരത്തേക്ക് അമ്മയുടെ വീടിൻ്റെ അടുത്ത് വരുമ്പോൾ ഇതുപോലെയാണ്, നല്ല പച്ചപ്പാണ്, നല്ല രസമാണ് കേട്ടോ. ഇവിടെ വന്ന് വൈകുന്നേരമൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര കിളികൾ ഒത്തിരി വരും അമ്മയുടെ വീട്ടിലെ. ഇതുങ്ങളെല്ലാം വൈകുന്നേരം ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും മുറ്റം നിറച്ച് കിളികളായിരിക്കും കേട്ടോ. ഭയങ്കര ശബ്ദമാണ്. അമ്മ എന്നെ ഫോൺ ചെയ്യുമ്പോൾ പോലും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒച്ച കാരണം. അമ്മ പുറത്തെങ്ങാനാണ് ഇരിക്കുന്നതെങ്കിൽ അത്ര ബഹളമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്.
പിന്നെ അച്ചുവിനെ കൊണ്ട് ഞാൻ അതൊന്നെടുത്ത് അകത്തേക്ക് വെക്കാമെന്ന് വെച്ചിട്ട് അത് കുറേ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും പൊക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാനും അച്ചുവും കൂടെ അതിനെ എടുത്ത് അങ്ങോട്ട് സൈഡിലോട്ട് വെച്ച് കൊടുത്തു അമ്മയ്ക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ പ്രചോദനമാണ് ഓരോ വീഡിയോ ചെയ്യാനും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്